ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഷിബു കല്ലാർ. ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് വെറൈറ്റി ഫ്രൂട്ട്സ് ചെടികൾ വെക്കുക എന്നുള്ളതാണ്. അപ്പം എന്താണ് നമുക്ക് നോക്കാം. വെറൈറ്റി ഫ്രൂട്ട്സ് എന്തൊക്കെയാണ് വെക്കാൻ പോകുന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ലച്ചിയാണിത്. പിന്നെ ഇത് നമുക്ക് ഈ വലിയ മൽബറി ചെറിയതല്ല, കായ ഭയങ്കര നീളമുള്ള മൽബറിയുടെ ഇനമാണിത്. പിന്നെ ഇത് ഇളന്തപ്പഴം എന്ന് പറയുന്നൊരു സാധനമാണ്. പിന്നെ ഇതെന്താണ്, ഇത് ആക്ച്വലി ഇത് മുള്ളാത്തയാണ് കേട്ടോ. ഇത് മുള്ളാത്തയാണ്. അപ്പോൾ ഇങ്ങനെ കുറേ ഫ്രൂട്ട്സ് ഐറ്റംസാണ് ഞാൻ വെക്കാൻ പോകുന്നത്. പിന്നെ ഇവിടെ ഓൾറെഡി നമ്മൾ കവറിൽ കുറച്ച് പച്ചമുളക് നട്ടത് കണ്ടോ, ഇങ്ങനെ നല്ല തഴച്ച് വളർന്നു വന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഇത് പൂക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതുണ്ടോ, പൂ വീഴാൻ തുടങ്ങി. ഇതിപ്പോൾ ഈ ഫ്രൂട്ട്സ് വെക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇതൊരു ഓലോലിയാണ് കേട്ടോ. ഇത് ലൂബിക്ക എന്നൊക്കെ പറയും. പലരും പല സ്ഥലങ്ങളിലും പല ഇതാണ് പറയുന്നത്. അപ്പോൾ ഇത് സ്റ്റാർ ഫ്രൂട്ട്സ് ഓൾറെഡി ഇവിടെ നമുക്കുള്ളതാണ്, സ്റ്റാർ ഫ്രൂട്ട്സ്. പിന്നെ ഇത് ഞാനിപ്പം മേടിച്ച് വെച്ചേക്കുന്നതാണ് കേട്ടോ. ഇതുണ്ട് ലിച്ചി, ഇത് കണ്ടോ. പിന്നെ ഇവിടെ വേറൊരു ചെടി മേടിച്ച് വെച്ചിട്ടുണ്ട്. ഇതൊരു ആപ്പിൾ പോലുള്ളൊരു സാധനമാണ്. പലാസ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്, പക്ഷെ അത് എന്താണെന്നറിയില്ല. ആപ്പിളാണെന്നാണ് പറഞ്ഞത്. ഇത് കാ വരുമ്പോൾ അറിയാം ഇതെന്താണെന്ന്. നോക്കാം, നമുക്ക് വെച്ച് നോക്കാം. പിന്നെ ഇവിടെ മുഴുവനും ചേനയാണ് നിൽക്കുന്നത്. ഇത് ഞാൻ ഒരു മൽബറി വെച്ച, ഇത് സാധാരണ മൽബറിയാണ് കേട്ടോ, സാധാരണ മൽബറിയാണ്. ഇവിടെ ഞങ്ങൾ കുഴി എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ സാധനം കണ്ടോ, ഇത് മുട്ടപ്പഴമാണിത്. ഇത് ഞാൻ കുഴി എടുത്തിട്ട് ഞങ്ങളിങ്ങനെ ഇത് വെക്കാൻ വേണ്ടി ഇങ്ങനെ വെച്ചേക്കുന്നുണ്ട്. ഇവിടെയാണ് കുഴി ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് പുള്ളിക്കാരൻ അവിടെ നിന്ന് കുഴി എടുക്കും. ഇത് മാതളം അറിയാമല്ലോ. ഈ സാധനം അറിയാമല്ലോ, നീലാമരി എന്ന് പറയുന്നൊരു സാധനമാണ്. ഇത് എണ്ണ കാച്ചാനൊക്കെ നല്ലത്. ഈ മൂക്കടപ്പിനൊക്കെ എണ്ണ കാച്ചി സൈനസ് ഉള്ളവർക്കൊക്കെ ഈ സാധനം നീലാമരി, മുടി നന്നായിട്ട് കറക്കും, അതിനൊക്കെ ഉപയോഗിക്കാം ഈ ചെടി. ഇപ്പോൾ ഇവിടെ 2 മാതളം വെക്കാനാണ് ഉദ്ദേശിച്ചേക്കുന്നത്. ഇനിയിപ്പോൾ ഒരെണ്ണം വെച്ച് കഴിഞ്ഞാൽ ഇനി ആണും പെണ്ണും ഇല്ലയെന്ന് പറഞ്ഞാൽ ചിലർ പറയും കായ്ക്കുകയല്ലെന്ന്. പക്ഷെ ഞാൻ ബുദ്ധിപൂർവ്വം എന്ത് ചെയ്യുന്നറിയോ, ഈ മാതളത്തിൽ കാ വന്ന ഇത് ഹൈബ്രിഡാണ്, അതുകൊണ്ട് ചെറിയ പരുവത്തിൽ കാ വന്നിട്ടുണ്ട്. അപ്പോൾ കായ ഉള്ളത് നോക്കിയാണ് ഞാൻ എടുത്തത്. ഇവിടുത്തെ വലിയൊരു നഴ്സറി പോയാണ് എടുത്തത്. ഇത് ഇതാണ് നമ്മൾ സബർ ജെല്ലി എന്നൊക്കെ പറയത്തില്ലേ, ആ സാധനമാണ്. പക്ഷേ ഇത് ഇവിടെ വരുമോ നേരത്തില്ല, അത്ര നല്ല ചെടിയല്ല ഇത് വരുമോ എന്നുള്ള വിശ്വാസത്തിൽ വാങ്ങിച്ചേക്കാണ്. നോക്കാം നമുക്ക്. ഇത് അവക്കാട എന്ന് പറയുന്ന സാധനമാണ്. അവക്കാട ഇതുണ്ടോ, ഇത് അടിപൊളി സാധനമാണ്. ഇത് നല്ലൊരു ചെടിയാണ്. ഇത് വന്നാൽ ഇവിടുത്തെ ഈ ചൂടിന് വരുമോ എന്നറിയില്ല, എന്തായാലും നമുക്ക് വെച്ച് നോക്കാം. പിന്നെ ഇത് തായ്ലാൻഡിലുള്ള ഒരു മാവാണ്. അപ്പോൾ ഇത് പൂത്തിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റുള്ളൊരു മാവാണ്. നമ്മുടെ ഇവിടെ ഇല്ല, ഇത് തായ്ലാൻഡിൽ നിന്ന് വരുന്നതാണ്. ഇതൊന്ന് പരീക്ഷിക്കാമെന്നും പറഞ്ഞെല്ലാം കുഴിയെടുത്ത് ഞങ്ങളിങ്ങനെ വെച്ചോണ്ടിരിക്കുകയാണ്. വന്നാൽ ഭാഗ്യം, വന്നാൽ ഊട്ടിയില്ലേ ചട്ടി എന്ന് പറഞ്ഞ പോലെ. ഇതെല്ലാം ഒന്നും പ്രതീക്ഷിച്ച് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഓരോ ക്ലൈമറ്റിനെയും കാലാവസ്ഥയും അനുസരിച്ചാണല്ലോ സംഭവങ്ങൾ ഉണ്ടാകുന്നത്. ഏതായാലും ചേനയൊക്കെ ഇവിടെ നല്ല അടിപൊളിയായിട്ട് വളരുന്നുണ്ട്. ഇത് കണ്ടില്ലേ, ഞാൻ 2 മൽബറി വെച്ചിട്ടുണ്ട്. ഈ 2 മൽബറി ഇത് നന്നായിട്ട് വന്നിട്ടുണ്ട് എന്തായാലും. കേട്ടോ, ഇവിടെ ഒരു കുഴി ഞങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് കമ്പിളിനാരങ്ങയാണ് കേട്ടോ. കമ്പിളിനാരങ്ങ തന്നെ, അതിന് വേറെന്തോ ഒരു പേരും കൂടെ ഉണ്ട്, എനിക്കത് അത്ര ഓർമ്മയില്ല. ഇത് സ്റ്റാർ ഫ്രൂട്ട്സ് 2 മരം വെച്ചിട്ടുണ്ട്, 2 മരവും കായ്ച്ചിട്ടുണ്ട്. പിന്നെ ഇതെന്നാണെന്നറിയോ, ഇത് നമ്മുടെ മറ്റേ ഞാവൽ. അപ്പോൾ ഈ ഞാവലിൻ്റെ സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന നല്ല ബ്ലാക്ക് കളറല്ലേ, ഇത് റെഡാണ്. എന്തായാലും വെച്ചെന്ന് ഇതിനിടെ ഒരു കരിമ്പൊക്കെ വരുന്നുണ്ട്. അതാണ് മുട്ടപ്പഴം. ഓൾറെഡി ഇങ്ങനെ കുറേ സാധനങ്ങളിവിടെ വെച്ചിട്ടുണ്ട്, എല്ലാം വെച്ചിട്ടുണ്ട്. ഇത് കടപ്പ്ലാവ് വെച്ചിട്ടുണ്ട്. ഇത് കടപ്പ്ലാവാണ്. ഇത് കുടംപുളി. പിന്നെ കുടംപുളി 2 എണ്ണം ഉണ്ട് കേട്ടോ. കുടംപുളിയൊക്കെ കുറച്ച് വളർന്നു. ഇത് ജാതിക്കയാണ്. ഇത് ഇവിടെ വരുമോ എന്നറിയില്ല, എന്തായാലും വെച്ച് വളർന്നിട്ടുണ്ട്. നമുക്ക് പറങ്കിയണ്ടി, അത് ചെറുതാണ് വെച്ചേക്കുന്നത്. പക്ഷേ പൂത്തിട്ട് പക്ഷേ കൊഴിഞ്ഞു പോയി. ഇവിടുത്തെ ക്ലൈമറ്റിന് സെറ്റാകുന്നില്ലെന്ന് എനിക്ക് തോന്നുന്നത്. എന്തായാലും പേരിന് വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ഓറഞ്ച് ലെമൺ. ഇത് മറ്റേ സാധാരണ ഓറഞ്ചല്ല, നമ്മൾ ഈ വിദേശികളൊക്കെ എന്താ പറയുന്നത്, ഈ കറിക്കൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഇതാണ്. നല്ലൊരു സംഭവമാണിത്, നല്ല മണമാണ്. അങ്ങനെ നോക്കാം.
ഹായ് ഗൈസ്, അപ്പോൾ ഞങ്ങൾ ആദ്യം ആപ്പിൾ ചെടിയാണ് വെക്കാൻ പോകുന്നത്. ആപ്പിൾ ആദ്യം നമ്മൾ ഈ വേര് പൊട്ടാതെ ബ്ലേഡിന് ഇങ്ങനെ ഒന്ന് മുറിക്കാം. അതെ അപ്പടി. അപ്പോൾ ഈ ആപ്പിൾ ആണ് ഞങ്ങൾ ആദ്യം ഇവിടെ വെച്ചത്. അവിടുന്ന് വെള്ളം വന്നു കഴിഞ്ഞാൽ അതിനകത്ത് അല്ലേ ആപ്പിൾ ചെടി ഞങ്ങൾ വെച്ചു. അപ്പോൾ ഗൈസ് ആപ്പിൾ ഞങ്ങൾ വെച്ചു. ഇനി അടുത്ത് നമുക്ക് എന്താണെന്ന് നോക്കാം. അടുത്ത് വെക്കാം. ഹൈബ്രിഡ് മുള്ളാത്തയാണ്. ഈ മുള്ളാത്തയാണ് ഇപ്പോൾ ഇവിടെ ഞങ്ങൾ ഈ കുഴിയിൽ വെക്കാൻ പോകുന്നത്. മണ്ണ് ഇളകാമേ അപ്പടി പോയി നേരെ. ഓക്കെ, അപ്പടിയേ തള്ളു. റെഡ് ഞാവലാണ്. സാധാരണ ബ്രൗൺ ആണ് ഞാവൽ, ഇത് റെഡാണ്. റെഡ് ഞാവൽ ഇത് നമുക്കൊന്ന് വെക്കാം. ഈ കുഴിയിലാണ് വെക്കാൻ പോകുന്നത്. ഓക്കെ, ഇത് ഓക്കെ. മണ്ണും ഇടാം. ലിച്ചി എന്ന് പറയും, ലിച്ചി. ഇത് വരുമോ ഇല്ലയോ, നമ്മുടെ കാലാവസ്ഥയ്ക്ക് വരുമോ എന്നറിയില്ല. ആക്ച്വലി ഇത് സാധാരണ നമ്മുടെ തായ്ലാൻഡ്, ഇന്തോനേഷ്യയിലൊക്കെ ധാരാളം ഉള്ളൊരു ഫ്രൂട്ട്സാണിത്. ലിച്ചി അല്ല, ലിച്ചി. ഈ ലിച്ചി നമുക്കൊന്ന് വെച്ച് നോക്കാം. വരുമോ ഇല്ലയോ എന്ന് പരീക്ഷിച്ച് നോക്കാം. അപ്പം ലിച്ചി മരം ഞങ്ങളിതാ ഇവിടെ വെച്ചു. ലിച്ചി മണ്ണ് തളിക്കും. അപ്പോൾ ഗൈസ്, ഇത് സബർജല്ലിയാണ്. നമ്മൾ ഈ ആപ്പിൾ പോലെ തന്നെ തിന്നുന്നൊരു സാധനമല്ലേ, കരകരാന്നിരിക്കും തിന്നുമ്പോൾ. അതാണ് സബർജല്ലി. ഈ സബർജല്ലിയും വെച്ചു. ഇതിപ്പോൾ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. ഗൈസ്, ഇത് മാതളമാണ് കേട്ടോ. മാതളം നടാൻ പോകുന്നു. ഇത് എഗ് ഫ്രൂട്ട് എന്ന് പറയുന്നൊരു ചെടിയാണിത് കേട്ടോ, എഗ് ഫ്രൂട്ട്. ഇത് നമ്മൾ വെക്കാൻ പോവുകയാണ്. എഗ് ഫ്രൂട്ട് നമ്മൾ മുട്ടപ്പഴം എന്നൊക്കെ പറയും. എഗ് ഫ്രൂട്ട് ഒക്കെ ഇവിടെ വരുമോ ഇല്ലയോ എന്നറിയില്ല. എന്തായാലും വെച്ച് നമ്മളൊരു പരീക്ഷണം നടത്തുകയാണ്. ഓക്കെ, ഭയങ്കര ടേസ്റ്റി ഫ്രൂട്ടാണിത്. അതൊന്നുമേ தெரியாது. ലിച്ചി, ഇതാണ് ലിച്ചി മരം. അതപ്പടിയേ കയ്യിൽ മെതുവാக எடுத்துடுறேன். வேற உடையாமல் எடுத்து அப்படியே இந்த பள்ளத்தில் வச்சிடுறேன். ஓகே, மண்ணு போட்டுக்கோ. ലിച്ചി നമ്മുടെ ക്ലൈമറ്റിൽ നിന്ന് വരുമോയെന്ന് അറിയില്ല. வருமோன்னு தெரியாது, பார்த்துக்கலாம். எல்லாமே போயிடணும் சொல்ல முடியாது, வந்துடும். ஆமாம் ஆமாம், இதெல்லாம் நம்பிக்கைலாம் தானே வச்சோம். ஆமாம் ஆமாம், பார்க்கலாம். മാതളം 2 മാതളം വെച്ചിട്ടുണ്ട് കായ്ക്കാൻ വേണ്ടി. വാഴയാണ് നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ ഒന്നുണ്ട്, പിന്നെ ഇത് ഇവിടെ ഉണ്ട്. സൂപ്പറല്ലേ. ഇതും ഒരു പ്രത്യേക പഴമാണ്. ഇതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. ലിച്ചി പോലെ തന്നെ ഒരു പഴമാണിത്.
ഇതും വാങ്ങിച്ചിട്ടുണ്ട്. കിളുത്ത് വന്നാൽ ഭാഗ്യം. നോക്കാം നമുക്ക്. ഇവിടെ ഈ തണൽ ചേർത്താണ് ഞാൻ വെച്ചേക്കുന്നത്. കാരണം ഇവിടെ ഈ ലൂബിക്കായും ഈ സ്റ്റാർ ഫ്രൂട്ട്സും ഒക്കെ ചുറ്റും നിൽക്കുന്നതിന് ഇടയ്ക്കാണ് വെച്ചത്. കാരണം ഇനി ഇതിന് തണുപ്പേരിയാണ്. ആക്ച്വലി അത് ഇന്തോനേഷ്യ പോലുള്ള സ്ഥലങ്ങളിലാണ് ഈ ലിച്ചിയൊക്കെ കൂടുതലും ഉണ്ടാകുന്നത്. എന്തായാലും നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. അങ്ങനെ ഏകദേശം ചെടികളൊക്കെ ഞങ്ങളിങ്ങനെ വെച്ച് കഴിഞ്ഞു. ഇവിടെ മുഴുവനും ഇങ്ങനെയുള്ള ഫ്രൂട്ട്സ് ഐറ്റംസ് മാത്രമാണ് ഇവിടെ വെച്ചേക്കുന്നത്. നിങ്ങൾക്ക് കണ്ടാൽ അറിയാം. ഇതുണ്ടോ, ഇത് സ്റ്റാർ ഫ്രൂട്ട്സ്, ഇത് ലൂബി, ഒലോലി എന്നും പറയും. പിന്നെ ഇത് ചാമ്പ. ഇതുണ്ടോ, ഇത് നമ്മുടെ തായ്ലാൻഡ് ചാമ്പയാണ്. ഇതാണ് ഇളന്തപ്പഴം എന്ന് പറയും. ഇളന്തപ്പഴം എനിക്ക് അത്ര വലിയ പിടിയില്ല. ഇളന്തപ്പഴം എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ തൈയാണിത്. ഇളന്തപ്പഴം உங்களுக்கு தெரியுமா என்னன்னு? எப்படி இருக்குது? அப்படியா? அந்த இது நல்லா எடுத்துட்டு இல்லைன்னா உடஞ்சிடும். அது நல்லா கட் பண்ணிட்டு அடி வரைக்கும் கட் பண்ணிட்டேன். அப்படியே மெதுவாடு. ஓகே, இளந்தப்பழம் சாப்பிடலாம் அப்போ நமக்கு. போடு. இளந்தப்பழம். ஓகே, ഇത് പാട്ടിലേ ഇരിക്കല്ലേ ഇളന്തപ്പഴം? ഓ, അന്ത ഇളന്തപ്പഴമാ. അപ്പോൾ ഞങ്ങൾ ഈ ചെടി വെച്ചതിന് ശേഷം വെള്ളം വിട്ടേക്കാണ്. വേണ്ട, ഈ വെള്ളം ഇങ്ങനെ വന്ന് വേണ്ട, ഇത് ഫുള്ളായി ഇങ്ങനെ നിറഞ്ഞ് ഇതൊന്ന് വെച്ചതല്ലേ ഉള്ളൂ. ഒന്ന് നല്ല വെയിൽ സമയമല്ലേ ഇപ്പം. അപ്പോൾ അതുകൊണ്ട് ഒന്ന് നിറഞ്ഞു നിന്ന് കഴിഞ്ഞാൽ നല്ല ഈറമായിട്ട് ഇരുന്നോളൂ. നല്ല നനവുണ്ട്. എന്തോ തിന്നുന്നുണ്ട്, പുഴുവെന്തോ തിന്നുന്നുണ്ട്. ഇത് കണ്ടില്ലേ, കംപ്ലീറ്റ് വല പോലെ ആക്കി വെച്ചേക്കുന്നു. എന്തെങ്കിലും 14 ഐറ്റം ഉണ്ടായിരുന്നു. 14 ഐറ്റം ഞങ്ങളിവിടെ ഇന്ന് വെച്ചിട്ടുണ്ട്. ഇനി ഇത് വരുമോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. എന്തൊക്കെയായാലും ഒരു സന്തോഷത്തിന് വെച്ചിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പം ഈ വെള്ളം ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് ചാണകപ്പൊടിയും കൂടെ ഇതിൻ്റെ മുകളിൽ ഞങ്ങൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചാണകം കൂടി ഇട്ട് കഴിയുമ്പോഴത്തേക്കും ഇത്രയും ഭാഗം ക്ലീനാകും. ഇനിയിപ്പോൾ ഇവിടെ മോട്ടറിൽ നിന്ന് വെള്ളം ഇവിടെ വരും. ഇവിടെ വന്നിട്ട് ഇതിങ്ങനെ ഒഴുകി ഇങ്ങനെ കംപ്ലീറ്റ് താഴെ വിളയിലേക്ക് പോവുകയാണ്. ഇവിടെ ഒരു ഇല്ല ഞാൻ നട്ടിട്ടുണ്ട്, മുള. വരുമെന്നറിയില്ല, നോക്കാം. എന്തായാലും വെച്ചിട്ടുണ്ട്. പക്ഷേ കിളുത്തു സംഭവം, നല്ല പിടിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച വെച്ചതാണ്. ഓക്കെ, ഇതിൽ കുറച്ച് സിന്ദൂര മാങ്ങ ഉണ്ടായിരുന്നു കേട്ടോ. ഞാനിപ്പോൾ ഇത് പറിച്ചിട്ടതായത്. നല്ല പഴുത്ത മാങ്ങ ഉണ്ടാവും. ഇവിടെ സിന്ദൂരമാണ്. ഇവിടെ ഒരു പഴുത്ത മാങ്ങ ഞാൻ വെച്ചിട്ടുണ്ട്. അതൊന്ന് കാക്ക വന്ന് കൊത്തിയോന്നറിയാം. ഞാൻ എടുത്തിവിടെ വെച്ചതാണ്. ഇതുണ്ട്, അത് കാക്ക വന്ന് ഇപ്പം കൊത്തി നോക്കിയെന്ന് തോന്നുന്നു. പിന്നെ ഹായ് ഗേസ്, എനിക്ക് 2 പഴുത്ത മാങ്ങ കിട്ടി കണ്ടോ. നല്ല ടേസ്റ്റായത്. ഭയങ്കര മധുരമാണിത്. ഇത് തന്നെ നല്ല സൂപ്പർ മാങ്ങയല്ലേ. ഇപ്പം മാവിൽ നിന്ന് പറിച്ചതാണ്. ചെറിയ ഉണ്ട്, പുഴുക്കുത്ത് പോലുണ്ട്. പക്ഷേ ആ പുഴുക്കുത്തുള്ളത് കൊണ്ട് ഇതിനകത്ത് മരുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ സത്യം. ഇതിനകത്ത് നമ്മൾ ഒരു മരുന്നോ മറ്റു സാധനങ്ങളോ ഒന്നും അടിച്ചിട്ടില്ല. അതുകൊണ്ട് ഈ മാങ്ങ ഞാൻ കഴിക്കാൻ പോവാണ് കേട്ടോ.